റാണി ഇറങ്ങി ഒരു 4 ദിവസം കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകും. റാണിയച്ച് ഇറങ്ങിക്കഴിഞ്ഞ് അത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വേലക്കാരികളുമായി പുറത്തു പോകും. പുറത്തു പോയി ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫെറമോൺ ഉൽപ്പാദിപ്പിക്കും. ഇതിൻ്റെ മണം അടിച്ചാൽ ആണീച്ചകൾ വരും. അന്നേരം റാണി ഉയരങ്ങളിലേക്ക് പറക്കും. ഈ റാണിയെ പറന്ന് തോൽപ്പിക്കുന്ന ആണീച്ചയുമായിട്ട് ഇണചേരും. അതിനൊരു സെമൻ ടാങ്ക് ഉണ്ട്. ഈ ആണീച്ച റാണിയുമായി ഇണചേർന്ന് അന്നേരം ചത്തുപോകും. അങ്ങനെ പല ആണീച്ചയായിട്ട് ഇണചേർന്നതിൻ്റെ സെമൻ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിൽ തിരിച്ചു വരും. കൂട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ 2 തരത്തിലുള്ള മുട്ടയിടും. ഒന്ന് ബീജസങ്കലനം നടന്ന മുട്ടയും ഒന്ന് ബീജസങ്കലനം നടക്കാത്ത മുട്ടയും. ബീജസങ്കലനം നടന്നത് മുഴുവൻ വേലക്കാരികളായിട്ട് മാറും, അല്ലാത്തത് മുഴുവൻ ആണീച്ചയായിട്ട് മാറും. ഇത് ഈ സാധാരണയായിട്ട് ഒരു റാണി ഈച്ച ഒരു 4-5 വർഷം വരെ ജീവിച്ചിരിക്കും. നമുക്ക് ആദ്യം ഇടുന്നതിൽ 90% ഈ ബീജസങ്കലനം നടന്ന മുട്ടയായിരിക്കും. അന്നേരം വേലക്കാരി ഈച്ചകളായിരിക്കും. ബാക്കി ഒരു 10% മാത്രമേ ആണീച്ച ഉണ്ടാവും. ഓരോ കൊല്ലം കഴിയും തോറും ഈ വേലക്കാരി ഈച്ചകളുടെ എണ്ണം കുറച്ചായിരിക്കും മുട്ടയിടുന്നത്. അന്നേരം വേലക്കാരികൾ കുറഞ്ഞു പോയാൽ എന്തു ചെയ്യും? ആ കൂട് നശിച്ചു പോകും. അതുകൊണ്ടാണ്